ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചീമച്ചക്ക തീയലിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് കടച്ചക്ക എന്നും പേരുണ്ട്. അപ്പം നമ്മളിവിടെ ചീമച്ചക്ക എന്നാണ് പറയുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീമച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ ആദ്യം തന്നെ ചിരകി എടുത്തിട്ട് മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടിടുവാണെങ്കിലും വേഗം തന്നെ ഇതുപോലെ ഗോൾഡൻ കളറായി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്ന ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി, പെരുംജീരകമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ റോ ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിച്ചെടുത്തിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീയലിനൊക്കെ എപ്പോഴും ചെറിയുള്ളി എടുക്കുന്നതാണ് ടേസ്റ്റ്. ചെറിയുള്ളിക്ക് പകരം സവോള ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു സ്റ്റേജിലാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചീമച്ചക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെള്ളം കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ചീമച്ചക്ക നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം വേണം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് എടുത്ത ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ചീമച്ചക്കയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു വരണം. അതുപോലെ ആ ഒരു രീതിയിൽ തന്നെ കുക്കാകണം. ചൂടാറിയിരിക്കുന്ന തേങ്ങയുടെ ആ ഒരു അരപ്പ് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറും, കളറും മാറും. അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെ ആ ഒരു തേങ്ങയിൽ നിന്ന് ഇറങ്ങി വരുന്ന എണ്ണയിൽ തന്നെ അരച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സഡ് ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ തിളപ്പിച്ചെടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റ് തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഗ്രേവി എത്ര തിക്കാണോന്ന് നോക്കിയിട്ട് ഇതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീമച്ചക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കടച്ചക്ക തീയൽ എന്നും പറയും. അപ്പം നമ്മളിവിടെ ചീമച്ചക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.